പൊളിറ്റിക്കൽ ക്രിമിനലുകൾക്കും തന്റെ വാക്കുകൾ വളച്ചൊടിക്കുന്ന മാധ്യമപ്രവർത്തകർക്കും വിശദീകരണവുമായി മുതിർന്ന CPM നേതാവ് G. സുധാകരൻ എറണാകുളത്ത് സംഘടിപ്പിച്ച ദേശീയ പുസ്തകോത്സവത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് തനിക്കെതിരായ നീക്കങ്ങളിൽ വിശദീകരണവുമായി സുധാകരൻ വാചാലനായത്. ബിൻ ലാദൻ എന്ന കവിത ലാദനെ രക്തസാക്ഷിയാക്കുന്നതല്ലെന്നും മുസ്ലിം തീവ്രവാദത്തിന് എതിരായുള്ളതെന്നും വിശദീകരിച്ച സുധാകരൻ പാർട്ടിയിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ചില മാധ്യമങ്ങളും പാർട്ടിയിലെ പൊളിറ്റിക്കൽ ക്രിമിനലുകളും ചേർന്ന് അതിനെ പാർട്ടിക്കെതിരായ നീക്കമായി ചിത്രീകരിക്കുന്നതായും ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവുമധികം രാഷ്ട്രീയ ചർച്ചയായ KC വേണുഗോപാലിന്റെ സന്ദർശനം തീർത്തും സൗഹാർദ്ദപരമെന്നും അതിൽ ആകെയുണ്ടായ രാഷ്ട്രീയ ചർച്ച എന്തായിരുന്നെന്നുമാണ് സുധാകരൻ വ്യക്തമാക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ അയാളോടാണ് ആകെ ഒരു രാഷ്ട്രീയം പറഞ്ഞത്. അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് തെറ്റാണെന്ന് കോൺഗ്രസ് പരസ്യമായി പറയാത്ത കാലത്തോളം കോൺഗ്രസ് ഇന്ത്യയിൽ ഇനി അധികാരത്തിൽ വരുത്തില്ല. നിങ്ങൾക്ക് ഏകാധിപത്യത്തെ പറ്റി പറയാൻ അവകാശമില്ല. ബിൻ ലാദൻ കവിത വായിക്കാത്തവരാണ് വിമർശനം ഉന്നയിച്ചതെന്നും മുസ്ലിം തീവ്രവാദത്തിനെതിരായിരുന്നു അതിലൂടെ മുന്നോട്ട് വെച്ച സന്ദേശമെന്നും സുധാകരൻ പറഞ്ഞു. ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നത് ലോകത്തെ നശിപ്പിക്കുന്ന എല്ലാവരെയും പോലെയാണ് ലാദൻ നിങ്ങളും. അതാണ് എന്റെ മെസ്സേജ്. ലാദൻ ബിൻ ലാദൻ എന്ന് പറഞ്ഞാൽ അയാളൊരു ട്രാജഡിയാണെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. പള്ളിക്കൂടങ്ങൾ തീവച്ചു, പള്ളികൾ തീവച്ചു. പള്ളി മുസ്ലിം പള്ളിയല്ലേ, തീവച്ചല്ലേ? മുസ്ലിം ഭീകരന്മാർ തന്നെ മുസ്ലിം പള്ളി കാശ്മീരിൽ തീവച്ചില്ലേ? ഇതൊക്കെ പഠിച്ചിട്ടാണ് എഴുതുന്നത്. അതുകൊണ്ട് ലാദൻ അനുകൂലമായ ഒരു വരിയില്ലെന്ന് മാത്രമല്ല, ലാദന്റെ ഈ രാഷ്ട്രീയം കൊണ്ട് ആ കമ്മ്യൂണിറ്റി രക്ഷപ്പെടുത്തണം. മുസ്ലിം തീവ്രവാദത്തിനെതിരായിരുന്നു കവിത. രാമായണം വായിച്ചാൽ എന്തോ തെറ്റാണെന്ന പ്രചരണത്തിലും സുധാകരൻ നിലപാട് വ്യക്തമാക്കി. ഞങ്ങളുടെ നാട്ടിൽ രാമായണം വായിക്കുന്ന ആരും തല്ലാറുണ്ട്, ബഹുമാനിക്കുകയാണ്. ആ ഗ്രന്ഥം സാഹിത്യം, സംഗീതം, ഭാഷ, ഇതിൻ്റെ എല്ലാം ഒരു സമ്മേളനമാണ് ആ പുസ്തകം. ഞാൻ കുട്ടിക്കാലം പോലെ വായിക്കും. എൻ്റെ അച്ഛൻ വായിക്കുമായിരുന്നു. ഗോപാലകൃഷ്ണനുമായുള്ള കൂടിക്കാഴ്ചയിൽ തെറ്റില്ലെന്ന് വ്യക്തമാക്കിയ സുധാകരൻ ഒരു വർഷം മുമ്പ് നടന്ന കൂടിക്കാഴ്ചയെ ഇപ്പോൾ നടന്ന സംഭവമായി ചിത്രീകരിച്ചതിനെ വിമർശിച്ചു. CPMലും ആശയപരമായ അപജയമുണ്ടായിട്ടുണ്ടെന്നും അതിനെ തിരുത്താനുള്ള നീക്കത്തെ പാർട്ടി വിരുദ്ധതയായി രാഷ്ട്രീയ ക്രിമിനലുകളും ചില മാധ്യമപ്രവർത്തകരും ചേർന്ന് ശ്രമിക്കുന്നതായും സുധാകരൻ പറഞ്ഞു. തിരുത്തൽ പ്രവൃത്തി എന്നും നടന്നിട്ടുണ്ട്, ഇന്ന് കുറച്ച് കൂടുതൽ നടത്തണം. അങ്ങത് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്നു, അവിടെ സംസാരിക്കുന്നേ തിരുത്തല്ല എന്തെല്ലാം കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഇത് പാർട്ടിക്കെതിരാണ് എന്ന് നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ എഴുതി പ്രചരിപ്പിക്കുന്നു. ഞാൻ അതേപ്പറ്റിയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. മാധ്യമങ്ങളുടെ ഒരു വിഭാഗവും പാർട്ടികളിലെല്ലാം നുഴഞ്ഞു കയറിയ പൊളിറ്റിക്കൽ ക്രിമിനൽസും ചേർന്ന് അഗാധമായ രാഷ്ട്രീയ, പൊളിറ്റിക്കൽ, ഫിലോസോഫിക്കൽ, ഐഡിയോളജിക്കൽ ബേസിസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.